രമേശിന്റെ അവൻ വരും. ആ അവന്നല്ല. എടാ ജയ, നീ സംഭവം അറിഞ്ഞോ? നമ്മുടെ ഗ്രീഷ്മയുടെ കല്യാണം ഉറപ്പിച്ചു. ചെക്കൻ RT ഓഫീസറാ, ബുള്ളറ്റിലാ വന്നത്. നീ ഇവിടെ കള്ളം മോന്തിക്കൊണ്ടിരുന്നു. ഒന്ന് പോടാ. എടാ അതല്ലടാ, ഞാൻ നീ ഒന്ന് വിളിച്ചോക്ക്. വിളിക്ക്. നീ വിളിച്ചോക്കടാ. RT ഓഫീസറാ? ആ അതാ ഇവന്റെ ബുക്കും പേപ്പറും പോയി. സ്വിച്ച് ഓഫ് ആണല്ലോ. എടാ നീ വിഷമിക്കണ്ട, വഴിയുണ്ട്. ഞാൻ RT ഓഫീസറുടെ നമ്പർ ഒപ്പിച്ചിട്ടുണ്ട്. എടാ ഒരു കൂട്ടുകാരന് വേണ്ടി ഒരു കല്യാണം പോലും മുടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ എത്ര ജീവിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. ഹലോ ഹലോ, RT സാറല്ലേ? അതെ, ആരാണ്? സാർ, ഞാനൊരു സുപ്രധാന കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. എന്ത് കാര്യം? ഇതൊന്നും കേട്ടിട്ട് സാർ ആത്മഹത്യ ഒന്നും ചെയ്യാൻ പോകരുത്. ഒരു പെണ്ണ് പോയാൽ വേറെ 100,000 കിട്ടുമെന്ന് ഓർത്ത് സമാധാനിക്കും. അല്ലേലും ഒരു പെണ്ണിന് വേണ്ടി മാത്രം കളയാനുള്ളതല്ലോ ആണിന്റെ ജീവിതം. താൻ കാര്യം പറയടോ. സാറിന്റെ കല്യാണം ഉറപ്പിച്ചു. ഉണ്ടെങ്കിൽ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ടാണ്. ആണെങ്കിൽ അരുത് സാറേ, അരുത്. സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഈ നാട്ടിലെ ജയൻ എന്ന് പറഞ്ഞ യുവാവുമായിട്ട് തീവ്രമായ പ്രണയത്തിലാണ്. അതിന് സാറേ, അവര് തമ്മിൽ സംകൃത പമകരി വരെ നടത്തിയിട്ടുണ്ട്. മനസ്സിലായില്ല. അതായത് എന്റെ പൊന്നു സാറേ, അവര് തമ്മിൽ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന്. അതിനെന്താ, നല്ല കാര്യമല്ലേ? അവൾക്കൊരു എക്സ്പീരിയൻസും ആവും. അയ്യോ, ഇവനെന്തുള്ളേടാ? കെട്ടാൻ പോകുന്ന പെണ്ണൊരുത്തി വേറൊരാളൂടെ കിടന്നു എന്നറിഞ്ഞിട്ട് അത് പ്രശ്നമില്ല എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ RT ഓഫീസർ ആയിരിക്കും സാർ താങ്കൾ. ഞാൻ രമേശനാന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? ട്രൂ കോളർ. 13 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീഷ്മയെ സ്കൂളിൽ വെച്ച് എനിക്ക് ക്രിസ്മസ് ഫ്രണ്ടായി കിട്ടിയപ്പോ നീ ഇതേ ആവശ്യവുമായി എന്റെ മുന്നിൽ വന്നു. അവളെ ജയന് വിട്ടുകൊടുക്കണമെന്ന് അന്ന് പറഞ്ഞു തന്നെയാ എനിക്ക് ഇന്നും പറയാനുള്ളത്. അവളെ ഞാൻ ആർക്കും തരില്ല, നീ വിട്ടോ. സാറിന്റെ പേരെന്തോന്നാ പറഞ്ഞത്? നീ അധികം മറക്കാൻ ചാൻസ് ഇല്ലാത്ത പേരാ, വിജീഷ്. ഹായ് തകടു. Don't call me Takdu. My name is Adi. ഓക്കെ ആദി, ഗ്രീഷ്മ ഒന്ന് വിളിക്കോ? ജയ, എന്തേ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത്? ബാ പറയാം. എനിക്കറിയാം നിന്റെ സമ്മതമില്ലാതെ ഇതൊക്കെ ആലോചിക്കുന്നതെന്ന്. പിന്നെ വിജീഷ്, അവൻ എന്നോടുള്ള പ്രതികാരമാണ് ഈ കല്യാണാലോചന. എന്നെ കല്യാണം കഴിക്കുന്ന എങ്ങനാ ജയനോടുള്ള പ്രതികാരാവുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ ഈ ബന്ധം എല്ലാവർക്കും അറിയാവുന്നല്ലേ? ജയ, എനിക്ക് ജയനെ ഇഷ്ടമൊക്കെ തന്നെ. പക്ഷെ ജയനൊരു കാര്യം മനസ്സിലാക്കണം. ജയനെയും വിജീഷിനെയും കമ്പയർ ചെയ്യാൻ പോലും എനിക്ക് പറ്റില്ല. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റീസും വിജീഷിനുണ്ട്. ജയനോ ചെണ്ടയും കുട്ടി പാർട്ടിയും കളിച്ച് നടന്നാൽ ജീവിക്കാൻ പറ്റൂ ജയ? അപ്പൊ നമ്മൾ തമ്മിൽ കണ്ട സ്വപ്നങ്ങളൊക്കെ സ്വപ്നങ്ങളിലല്ലോ, റിയാലിറ്റിയിലല്ലേ നമ്മൾക്ക് ജീവിക്കുന്നത്. എന്തായാലും ജയം പോ, എനിക്ക് നാളത്തേക്ക് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. നീ ആടി പെണ്ണ്.